കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ. ലിസ്യുവിലെ വിശ ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 33ാമത്തെ ദിവസമാണിന്ന്. ഇന്നലെ നമ്മൾ അലസതയെക്കുറിച്ച് കണ്ടു. ഇന്ന് നമ്മൾ കാണുക അധ്വാനത്തെക്കുറിച്ചാണ്, ജോലിയെക്കുറിച്ചാണ്. കൊച്ചുത്രേസ്യയുടെ ഈ വർക്കിനെക്കുറിച്ച് അല്ലെങ്കിൽ ജോലിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിലേക്ക് നോക്കുമ്പോൾ അവളെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഒന്നാമതായിട്ട് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ നിയമങ്ങൾ ജോലിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രാർത്ഥനയും പ്രവർത്തനവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെക്കുറിച്ചും ഊന്നി പറയുന്നുണ്ട്. അധ്വാനത്തെ ഒരു ആത്മീയ പ്രവർത്തനം എന്ന നിലയിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ധാരണയെ ഇത് ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് അവളെ സ്വാധീനിച്ച വ്യക്തി ആവിലായിലെ വിശുദ്ധ തെരേസയാണ്. സജീവമായ സേവന ജീവിതത്തിലുള്ള അമ്മ ത്രേസ്യയുടെ പ്രതിബദ്ധത ജോലിയെ ഒരു ആത്മീയ യാത്രയുടെ സുപ്രധാന ഘടകമായി കാണുവാൻ വിശുദ്ധ കൊച്ചുത്രേസ്യയെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് നമ്മളൊരു വചനഭാഗത്തിലേക്ക് നോക്കുക. പൗലോസ്ലീഹായുടെ സ്വാധീനമാണ്. പൗലോസ്ലീഹ കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം: നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയിരുന്നാലും മനുഷ്യനെ അല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ. തൻ്റെ ജോലിയെ ദൈവത്തിനുള്ള ഒരു സമർപ്പണമായി കണ്ടുകൊണ്ട് കൊച്ചുത്രേസ്യ പൗലോസ്ലീഹായുടെ ഈ ധാരണയെ ആത്മന സ്വീകരിക്കുന്നുണ്ട്. വീണ്ടും പൗലോസ്ലീഹായുടെ തന്നെ മറ്റൊരു സ്വാധീനത്തെക്കുറിച്ച് പറയുകയാണ്. അദ്ദേഹം എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം: നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഓരോ ജോലിയുടെയും പവിത്രതയിലുള്ള അവളുടെ വിശ്വാസത്തെ പൗലോസ്ലീഹായുടെ ഈ വരികൾ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, അധ്വാനത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്ന കാര്യങ്ങളെ 5 തലങ്ങളിലായിട്ട് കാണുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് വർക്ക് ആസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ലവ്. അധ്വാനം അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ്. രണ്ടാമത് ജോയ് ഇൻ ലേബർ. അധ്വാനത്തിൽ അല്ലെങ്കിൽ തൊഴിലിൽ കണ്ടെത്തുന്ന സന്തോഷം. മൂന്നാമതായിട്ട് സ്മോൾ ആക്ട്സ് മാറ്റർ. ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം. നാലാമതായിട്ട് യൂണിറ്റി ഓഫ് പ്രെയർ ആൻഡ് വർക്ക്. പ്രാർത്ഥനയും പ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ. അഞ്ചാമതായിട്ട് ഡിലിജൻസ് ഇൻ എവറി ഡേ ടാസ്ക്. അനുദിന ജീവിത കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന തീക്ഷ്ണത അല്ലെങ്കിൽ ഉത്സാഹം. പ്രിയമുള്ളവരെ, ഈ 5 തലങ്ങളെ നമുക്കൊന്ന് അല്പം ആഴത്തിൽ കാണുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായിട്ട് വർക്ക് ആസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ലവ്. എല്ലാ ജോലികളും ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള സ്നേഹത്തിൽ നിന്നുമാണ് ചെയ്യേണ്ടതെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ വിശ്വസിച്ചു. അങ്ങനെ ലൗകിക ജോലികളെ ഭക്തിമാർഗങ്ങളാക്കി അവർ മാറ്റുകയുണ്ടായി. അവൾ സെലിൻ എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: സ്നേഹം ജോലിയെ സന്തോഷമാക്കി മാറ്റി അതിനെ ദൈവത്തിലേക്കുള്ള പാതയാക്കുന്നു. അപ്പോൾ അവൾ സഹോദരിയോട് പറയുന്നത് അവളിൽ അനുഭവപ്പെട്ട സ്നേഹം ജോലിയെ സന്തോഷമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തിലുള്ള വഴി തുറന്നു കൊടുക്കുന്നു. അവളുടെ കാഴ്ചപ്പാടിൻ്റെ മാധുര്യം ഒന്ന് നോക്കിക്കേ. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: സ്നേഹമില്ലാതെ പ്രവർത്തിക്കുക എന്നത് ചിറകില്ലാത്ത പക്ഷിയെ പോലെയാണ്. സ്നേഹമില്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഒന്നുമല്ലാതായി തീരുമെന്നാണ് പുണ്യവതി ഉദ്ദേശിക്കുക. ഇതിന് രണ്ടാമത്തെ തലം എന്ന് പറയുക ജോയ് ഇൻ ലേബർ. നമ്മൾ ജോലിയിൽ അല്ല അധ്വാനത്തിൽ കണ്ടെത്തുന്ന സന്തോഷം. ജോലികൾ ദൈവത്തെ സേവിക്കുന്നതിനും
സമൂഹത്തിന് സംഭാവന ചെയ്യുന്നതിനുള്ള ഒരു മാർഗമായി കണ്ടുകൊണ്ട് ജോലിയിൽ സന്തോഷം കണ്ടെത്തുന്നതിൻ്റെ പ്രാധാന്യം കൊച്ചു ത്രേസ്യ ഊന്നി പറയുന്നുണ്ട്. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിച്ചു വയ്ക്കുന്നു: നമ്മുടെ അനുദിന ജോലിയിലൂടെ ദൈവത്തെ സേവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നു. അപ്പോൾ അനുദിന ജോലികൾ അവൾ ചെയ്തുകൊണ്ടിരുന്നത് ദൈവത്തെ സേവിക്കുന്ന ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരു ഏർപ്പാടായിട്ടാണ്. അന്തിമ വചസ്സുകൾ അവളിങ്ങനെ പറയുന്നു: അധ്വാനത്തിൽ സന്തോഷം കണ്ടെത്തുന്നത് ഓരോ ജോലിയും അനുഗ്രഹമാക്കി മാറ്റുന്നു. അപ്പോൾ ജോലിയിൽ സന്തോഷം കണ്ടെത്തുവാനായിട്ട് സാധിച്ചാൽ അതൊരു അനുഗ്രഹമായി തീരുമെന്നാണ് പുണ്യവതി പഠിപ്പിക്കുക. മൂന്നാമത്തെ തലം എന്ന് പറയുക സ്മോൾ ആക്ട്സ് മാറ്റർ. സ്നേഹത്തോടും ഉദ്ദേശത്തോടും കൂടി ചെയ്യുമ്പോൾ നിസ്സാരമെന്ന് തോന്നുന്ന ചെറിയ ജോലികൾക്ക് പോലും വലിയ മൂല്യമുണ്ടെന്ന് കൊച്ചു ത്രേസ്യ പഠിപ്പിക്കുന്നു. അവളുടെ ആത്മകഥയിൽ അവളിങ്ങനെ കുറിക്കുന്നു: വളരെ സ്നേഹത്തോടെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ലോകത്തെ മാറ്റുന്നു. ചെയ്യുന്നത് ചിലപ്പോൾ നിസ്സാരമായിരിക്കാം, പക്ഷേ അതിൽ സ്നേഹം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അത് ചെയ്യുമ്പോൾ ലോകത്തിൽ തന്നെ വലിയ ചലനങ്ങൾ കൊണ്ടുവരുന്നു എന്നാണ് പുണ്യവതി പറയുക. അവൾ സെലിന എഴുതിയൊരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ചെറിയ കാര്യങ്ങളിൽ എൻ്റെ ദൗത്യത്തിൻ്റെ അന്തസത്ത ഞാൻ കണ്ടെത്തുന്നു. അപ്പോൾ ചെറിയ കാര്യങ്ങൾ നിസ്സാരമായിട്ട് തള്ളിക്കളയില്ല. അവൾ വലിയ സ്പിരിച്വാലിറ്റിയാണ് ഇതിലേക്ക്, ജീവിതത്തിൻ്റെ അന്തസത്തയാണ് അവൾ അതിലൊക്കെ കണ്ടെത്തുക. നാലാമത്തെ തലം എന്ന് പറയുക യൂണിറ്റി ഓഫ് പ്രെയർ ആൻഡ് വർക്ക്. പ്രാർത്ഥനയും ജോലിയും പരസ്പര ബന്ധിതമായി അവൾ വീക്ഷിച്ചിരുന്നു. പ്രാർത്ഥന അവളുടെ പരിശ്രമങ്ങളെ ഊർജ്ജസ്വലമാക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു പോന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ പ്രവൃത്തി എൻ്റെ പ്രാർത്ഥനയാണ്. എല്ലാ ജോലികളിലും ഞാൻ അവയെ ഒന്നിപ്പിക്കുന്നു. അപ്പോൾ അധ്വാനത്തെ, പ്രവർത്തനങ്ങളെ ഒരു പ്രാർത്ഥനയായിട്ട് അവൾ കാണുന്നു. എല്ലാം അവൾ സമന്വയിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു: എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ തുടർച്ചയായാണ് ഞാൻ എൻ്റെ അധ്വാനത്തെ കാണുക. അപ്പോൾ അവൾ പ്രാർത്ഥിക്കുന്നു, അതിന് തുടർച്ചയായിട്ട് മറ്റൊരു പ്രാർത്ഥനയായിട്ട് അവളുടെ അനുദിന അധ്വാനത്തെയും അവൾ പരിഗണിക്കുന്നു. അവളൊരു കത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: പ്രാർത്ഥന എൻ്റെ ജോലിയെ ഊർജ്ജസ്വലമാക്കുന്നു, സന്തോഷത്തോടെ സേവിക്കാൻ എന്നെ അനുവദിക്കുന്നു. അപ്പോൾ ഒരു വലിയ ഊർജ്ജമായി തീരുകയാണ് അധ്വാനം, അവൾ പ്രാർത്ഥന അതിലേക്ക് ചാലിക്കുമ്പോൾ. ഇതിൻ്റെ അഞ്ചാമത്തെ തലമെന്ന് പറയുക ഡിലിജൻസ് ഇൻ എവരിഡേ ടാസ്ക്. ഓരോ അനുദിന ജോലികളിൽ നമ്മൾ കാണിക്കുന്ന തീഷ്ണത അല്ലെങ്കിൽ അത്യുത്സാഹം. ഓരോ ജോലിയും വിശുദ്ധി വളരുവാനുള്ള അവസരം നൽകുന്നതിനാൽ എല്ലാ ഉത്തരവാദിത്തങ്ങളിലും ഉത്സാഹം കാണിക്കുവാൻ കൊച്ചു ത്രേസ്യ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ശ്രദ്ധാലുവായിരിക്കുവാൻ ഞാൻ പ്രതിജ്ഞാബദ്ധയാണ്. അപ്പോൾ അവളുടെ അധ്വാനത്തിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ അവൾ ശ്രദ്ധ ചൊലുത്തിക്കൊണ്ടിരുന്നത് അത് അവളുടെ ശുഷ്കാന്തിയാണ് എടുത്ത് കാണിക്കുക. അവൾ സഹോദരി സെലിൻ എഴുതിയ എഴുത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ചെറിയ കാര്യങ്ങളിലെ ശുഷ്കാന്തി വലിയ വിശുദ്ധിയിലേക്കുള്ള വഴിയാണ്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ കൊടുക്കുന്ന അത്യുത്സാഹം മഹത്തായ വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് അവളെ നയിച്ചിരുന്നു. അത് അവളുടെ സഹോദരിയോട് പറയുകയാണ്. സ്നേഹമുള്ളവരെ, അധ്വാനത്തിൻ്റെ ഈ 5 തലങ്ങളിലൂടെ കടന്നുപോയ നമുക്ക് ഇതെങ്ങനെയാണ് ആധ്യാത്മികതയിലും മനഃശാസ്ത്രത്തിലും സാമൂഹികപരമായ മേഖലകളിലും സ്വാധീനം ചെലുത്തിയിട്ടുള്ളതെന്ന് ചെറുതായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ആധ്യാത്മിക തലം. സ്നേഹത്തോടെ ചെയ്യുമ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും പവിത്രമാക്കാൻ കഴിയുമെന്ന് ഊന്നിപ്പറയുന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ പഠിപ്പിക്കലുകൾ തങ്ങളുടെ ആത്മീയ ജീവിതത്തെ അനുദിന ജോലിയുമായി സമന്വയിപ്പിക്കുവാൻ അനേകരെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് മനഃശാസ്ത്രപരമായ തലം. ജോലിയിലെ സന്തോഷത്തെയും ചെറിയ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെയും കുറിച്ചുള്ള വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ വീക്ഷണങ്ങൾ ജീവിതത്തിൻ്റെ സംതൃപ്തിയെയും അർത്ഥത്തെയും കുറിച്ചുള്ള ആധുനിക മനഃശാസ്ത്ര തത്വങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നു. മൂന്നാമതായിട്ട് സാമൂഹികപരമായ തലങ്ങൾ. കൊച്ചു ത്രേസ്യയുടെ വീക്ഷണം അനുദിന ജോലിയുടെ മൂല്യത്തോടുള്ള കൂടുതൽ വിലമതിപ്പിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എല്ലാ തരം അധ്വാനത്തിലും സേവനത്തെയും സമർപ്പണത്തെയും ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കുവാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, കൊച്ചു ത്രേസ്യയുടെ ഈ അധ്വാനത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ കടന്നുപോയ നമുക്ക് ഇന്നേ ദിവസം നമ്മോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നാമതായിട്ട്, എൻ്റെ ജോലിയെ ഞാൻ എങ്ങനെ സമീപിക്കും?
ഏതെല്ലാം വിധങ്ങളിൽ എനിക്ക് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഇത് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട്, എൻ്റെ അനുദിന ജീവിതത്തിലെ ഏതൊക്കെ ചെറിയ പ്രവൃത്തികൾ എൻ്റെ ആത്മീയ യാത്രയ്ക്ക് അർത്ഥവത്തായ സംഭാവനകളായി എനിക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട്, എൻ്റെ ലക്ഷ്യബോധവും സംതൃപ്തിയും വർദ്ധിപ്പിക്കുന്നതിന് എൻ്റെ ജോലിയിൽ പ്രാർത്ഥനയെ എനിക്ക് എങ്ങനെയാണ് സമന്വയിപ്പിക്കുവാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവരെ, നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഇന്നേ ദിവസം അധ്വാനത്തിൻ്റെ ആഴം, അധ്വാനത്തിൻ്റെ സ്പിരിച്വാലിറ്റി മനസ്സിലാക്കുവാൻ പുണ്യവതി നമ്മളെ സഹായിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഒന്ന് ചേർന്ന് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. ഇഹലോക ജീവിതത്തിൽ മാലായ്ക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവത്തിനനുസരിച്ചുള്ള പൂർണ്ണമായ കയ്യാളിപ്പിൻ്റെയും ദർപ്പണമായ വിശുദ്ധ കൊച്ചുത്രേസ്യായെ ഞങ്ങളെ നീ ദയോടെ തൃക്കൻ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസിൻ്റെ ആരംഭദശയിൽ തന്നെ സ്വർഗരാജ്ഞിയെ അമലോത്ഭവ കന്യക വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കൊച്ചുത്രേസ്യ പോലെ അധ്വാനത്തെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റുവാൻ, അതിൽ സന്തോഷം കണ്ടെത്തുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പുണ്യവതിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമുക്ക് നമ്മുടെ എല്ലാവിധ നിയോഗങ്ങളെയും ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, പുണ്യവതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിയാണ്. നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിൻ്റെ ഇഷ്ടദാസിയായ ലിസുവിലെ ചെറുപുഷ്പത്തെ ഞങ്ങൾ അഭിമാനത്തോടു കൂടി കാണുകയാണ്. അവളുടെ അനുദിന പ്രവർത്തനങ്ങൾ, അവളുടെ അധ്വാനങ്ങൾ എത്രയോ നല്ലൊരു ആത്മീയതയായിട്ടാണ് അവൾ കെട്ടിപ്പടുത്തത്. നല്ലവനായ ഈശോയെ, അധ്വാനത്തെ നിൻ്റെ ആ ഇഷ്ടദാസി കണ്ടതുപോലെ കാണുവാൻ, അത് സന്തോഷിക്കുവാനായിട്ട് ഞങ്ങളെയും പഠിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചുറാണി, നീ പ്രാർത്ഥനയും ജോലിയും ഒന്നിപ്പിച്ചു കൊണ്ടുപോയല്ലോ, അതിൽ സന്തോഷം കണ്ടെത്തിയല്ലോ. നിസ്സാരമായ കാര്യങ്ങൾ പോലും സ്നേഹത്തോടു കൂടി ചെയ്ത് വിശുദ്ധിയിലേക്കുള്ള വലിയൊരു പാത നീ ഞങ്ങൾക്ക് തുറന്നു കാണിച്ചല്ലോ. പുണ്യവതി, ഞങ്ങളുടെ അനുദിന ഉത്തരവാദിത്തങ്ങൾ, ഞങ്ങൾ ഏർപ്പെടുന്ന ജോലികൾ ഇതേ സ്നേഹത്തിൻ്റെ ആഴത്തിൽ കാണുവാൻ, എല്ലാത്തിനും ഒരു ആത്മീയ ബലത്തിൽ കെട്ടിപ്പടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നീ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.